ഹായ് ഗൈസ്, നല്ല ക്യൂട്ടല്ലേ, നല്ല രസമല്ലേ കാണാൻ. യെസ് ഗൈസ്, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിക്ക് എനിക്ക് ഡോക്ടർ തന്ന സപ്ലിമെന്റ് ആണ് വീക്ക്ലി വൺസ് എടുക്കാനായിട്ട്. ഈ കൊടും ചൂടിലും എനിക്ക് വീസിങ്ങും ജലദോഷമൊക്കെ വന്ന ഡോക്ടറെ കാണാൻ പോയി ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോഴാണ് ഞാൻ ആ സത്യം അറിയുന്നത്, വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഒരുപാട് എനിക്ക് ഡിപ്രഷനും മൂഡ് സ്വിങ്സിന് വിട്ടുമാറാത്തതെന്ന്. പക്ഷെ നമ്മുടെ ഈ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെങ്കിലും നമുക്ക് ഈ മൂഡ് സ്വിങ്സും ഡിപ്രഷനും പെട്ടെന്ന് ദേഷ്യം വരിക, ജോയിന്റ് പെയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇതൊന്നും അറിയുന്നില്ല, ബിക്കോസ് നമുക്ക് വിറ്റാമിൻ ഡിന്റെ കുറവുണ്ടെന്ന് അറിയാം. ബിക്കോസ് ഭയങ്കര വെയിലായതുകൊണ്ട് ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിക്കൊണ്ടേയിരിക്കണം. നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുക, സ്കിന്നെ ക്യാൻസർ വരും, അപ്പൊ നമ്മൾ ഫുള്ള് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ കുറെ പേര് ഈ വിറ്റാമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി, പക്ഷെ അങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് സപ്ലിമെന്റ് എടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ബിക്കോസ് ഈ കുറഞ്ഞ ഭയങ്കര ദേഷ്യമൊക്കെ വരും, അത് നമ്മൾ ശരിക്കും ലൈഫിൽ ഭയങ്കര അഫക്റ്റ് ഒക്കെ ആവും. സോ എനിവേ, വല്ലാത്തൊരവസ്ഥ തന്നെയാണത്. കുറഞ്ഞാലും പ്രശ്നം, കൂടിയാലും പ്രശ്നം.